ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏപ്രിൽ 10 വ്യാഴാഴ്ച. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായം 51 മുതൽ 59 വരെയുള്ള തിരുവചന ഭാഗമാണ്. യഹൂദർ യേശുവിനെ എറിയുവാൻ കല്ലുകളെടുക്കുന്ന രംഗമാണ് നാം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കാണുക. യഹൂദർ യേശുവിനെ എറിയാൻ കല്ലുകളെടുത്തതിൻ്റെ കാരണം ഈശോ പറഞ്ഞു താൻ ദൈവപുത്രനാണെന്ന്, താൻ ദൈവത്തിൽ നിന്ന് വരുന്നുവെന്ന്, താൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്ന്. ഇത് മനസ്സിലാക്കാൻ യഹൂദർക്ക് സാധിക്കുന്നില്ല. ഈശോയുടെ ഈ വാക്കുകളാണ് യഹൂദരെ ചൊടിപ്പിച്ചതും കല്ലുകളെടുത്ത് യേശുവിനെ എറിയുവാനായിട്ട് പ്രേരിപ്പിച്ചതും. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായം 51 തിരുവചനത്തിൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈശോ പറയുന്ന ഈ വചനം അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവം സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകിയ വചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ നാം കാണുന്ന എല്ലാ ഭാഗങ്ങളും. അങ്ങനെ കർത്താവായ ഈശോയുടെ വചനം കേട്ടുകൊണ്ട്, ആ വചനം അനുസരിച്ചുകൊണ്ട്, ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല, നമുക്ക് ഒരിക്കലും മരണം സംഭവിക്കുകയില്ല എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. ഈശോയുടെ പറയുന്ന മരണമെന്നത് പാപമാകുന്ന വലിയ മരണമാണ്. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപത്തെക്കുറിച്ചാണ് ഈശോയുടെ മരണമെന്ന് പറയുക. കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനങ്ങളിലൂടെ യഥാർത്ഥ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കാനും ദൈവപുത്രനായ ഈശോ ആരെന്ന് മനസ്സിലാക്കാനും നമ്മെ ഇന്ന് നയിക്കുന്ന, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ദൈവപുത്രനായ ഈശോ സ്വർഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായി വന്ന ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ വചനമടങ്ങിയ വിശുദ്ധ ഗ്രന്ഥം അത് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്ന സ്നേഹ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ഒരിക്കലും നശിച്ചു പോകാതെ, നമ്മുടെ ആത്മാവിന് നാശം സംഭവിക്കാതെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.